തിരുമേനിമാർ ബോധരഹിതരാകുന്നു. ശ്രീമറമ്പാന്മാർ നിലത്തു വീഴുന്നു. ജനങ്ങളും പട്ടക്കാരും വിട്ടുകരയുന്നു. തന്റെ സഹായത്തിനെത്തിയ സക്കറിയ മാറത്തടിച്ചു പൊട്ടിക്കരയുന്നു. ആകെക്കൂടി ഒരു പരിഭ്രാന്തി. തലേ ദിവസം സന്തോഷത്തിന്റെ കിരണങ്ങളേറ്റ് ശോഭിച്ചിരുന്ന മഞ്ഞിനിക്കര കുന്നിൻമുകൾ നിമിഷ നേരം കൊണ്ട് ദുഃഖത്തിന്റെയും വിലാപത്തിന്റെയും മുറവിളികൾ ഉയർന്നു. ജനങ്ങൾ വിങ്ങി വിങ്ങി കരഞ്ഞു തുടങ്ങി. അതേ സമയത്ത് മണിനാദം താനേ മുഴങ്ങി നിന്നു. ധൂമക്കുറ്റികൾ താനേ സുഗന്ധം പുകച്ചു വീശി. അന്ത്യോക്യായുടെയും കിഴക്കൊക്കയുടെയും ശ്രീഹായ് കടുത്ത സിംഹാസനാധിപൻ വാത്സല്യ മക്കളെ ഒറ്റയ്ക്ക് വിട്ടയച്ച് കർത്താവിൻ തിരുസന്നിധിയിലേക്കു യാത്രയായി. മഞ്ഞനിക്കരക്കുന്നും ആ നല്ല ഗ്രാമവും മഞ്ഞുതുള്ളികൾ പോൽ കണ്ണുനീർ വീഴ്ത്തി നിന്നു. തേങ്ങി തേങ്ങി കരഞ്ഞുകൊണ്ട് ജനങ്ങളപ്പോ ആ നല്ല ഇടയനു ചുറ്റും കുഞ്ഞാടുകൾ പോലെ കൂടി നിന്നു. കോഹനെ കാനെ വൈലകിരെ റോദാലോ പൈമൽ ഗോദാ യാമേ തരിയോ ആം ഗാദിസെ ജഗദേ സുബഹതാ ബാവ തിരുമേനിയുടെ ദേഹവിയോഗ വാർത്ത രാജ്യമെങ്ങും പരന്നു. അനേകായിരങ്ങൾ മഞ്ഞിനിക്കര കുന്നിലേക്ക് പ്രവഹിച്ചു. അനേക പട്ടക്കാർ, തിരുമേനിമാർ, രാജപ്രമുഖന്മാർ, പ്രമാണിമാർ എന്നിങ്ങനെ മഹാജനങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. അന്ത്യോക്യ സിംഹാസന അധിപനായ തിരുമേനി യാത്ര തിരിക്കുമ്പോൾ തന്റെ സ്വസഹോദരി പോലും പൊട്ടിക്കരഞ്ഞുകൊണ്ട് കേണപേക്ഷിച്ചിട്ടും മലങ്കര സഭാംഗങ്ങൾക്കായി വളരെ ത്യാഗപൂർണമായി കേരളത്തിൽ എത്തിച്ചേരുകയും സഭയിൽ ഐക്യത്തിന്റെ അടിത്തറ ഉറപ്പിക്കുവാൻ അഹോരാത്രം നമ്മോടൊത്ത് തീവ്രയത്നം നടത്തിയ പരിശുദ്ധനായ അന്ത്യോക്യ അധിപൻ നമ്മെ ഏവരെയും കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് തനിക്കായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന സ്വർഗീയ ഭവനത്തിലേക്ക് യാത്രയായി. തന്നോടൊത്ത് അന്ത്യോക്യയിൽ നിന്നും പോന്നവരും പ്രത്യേകിച്ച് സഹോദരപുത്രനും മറ്റും മാറത്തടിച്ചു പൊട്ടിക്കരയുന്ന കാഴ്ച ആരുടെയും കണ്ണുകൾ ഈറനണിയിക്കും. പൊട്ടിക്കരയുന്നു, കെട്ടിപ്പിടിക്കുന്നു വേർപെട്ടുപോയ പിതാവിനാലെ. ഓടിയടുക്കുന്നു
പുണ്യദേഹത്തെ ദർശിക്കുവാൻ പൊട്ടിക്കരയുന്നു, കെട്ടിപ്പിടിക്കുന്നു വേർപെട്ടു പോയ പിതാവിനാലേ. തിരുശരീരം തിരുക്കബറിലാക്കുന്നതിനെപ്പറ്റി സൗകര്യമുള്ള പട്ടണ പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകണമെന്നും അതല്ല ചില സെമിത്തേരികളിലേക്ക് കൊണ്ടുപോകണമെന്നും പലവിധ ആലോചനകൾ ഉയർന്നു. എന്നാൽ ഓമന്നൂർ മഞ്ഞിനിക്കരയിലെ ഹൈന്ദവർ ഉൾപ്പെടെയുള്ള ജനത ഒന്നടങ്കമുണർത്തിച്ചു. രാജാവ്, ഗജവീരന്മാർ എന്നിവർ മരണമടഞ്ഞാൽ അവിടെ തന്നെ സംസ്കരിക്കണമെന്നാണ് ശാസ്ത്രം. ആകയാൽ പരിശുദ്ധനായ ബാബയെ മഞ്ഞിനിക്കര പള്ളിയിൽ തന്നെ കബറടക്കം ചെയ്യണം എന്ന് ജനം ഒത്തുചേർന്ന് പറഞ്ഞപ്പോൾ തിരുമേനിമാരും മറ്റ് പട്ടക്കാരും അതിന് അംഗീകാരം നൽകേണ്ടി വന്നു. അങ്ങനെ അന്ന് ഞായറാഴ്ചയാകിയാൽ വിശുദ്ധ കുർബാനയും അന്ത്യകർമ്മങ്ങളും കഴിഞ്ഞ് ഉച്ചതിരിഞ്ഞുള്ള സമയത്ത് മഞ്ഞിനിക്കര മാർ സ്തേഫാനോസ് പള്ളി വികാരി, ഇലവിനാമണ്ണിൽ കുറിയാക്കോസ് അച്ഛനും സഹോദരന്മാരും ചേർന്ന് അന്ത്യോക്യ സിംഹാസനത്തിലേക്ക് ദാനമായി കൊടുത്ത സ്ഥലത്ത് ഖബർ പണിയുകയും രാജാക്കന്മാർ, മജിസ്ട്രേറ്റുമാർ, പോലീസ് സൈന്യം എന്നിവരുടെയും അനേകായിരം ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിൽ രാജകീയമായി തന്നെ തിരുശരീരം തിരുക്കബറിൽ അടക്കം ചെയ്തു. ഞായറാഴ്ച പരിശുദ്ധന്റെ അസ്ഥി പള്ളിയിൽ സ്ഥാപിക്കും എന്നുള്ള ബാബാ തിരുമേനിയുടെ പ്രവചനം ഇങ്ങനെ നിർവൃതിയായി. ഖബറടക്കുമ്പോൾ ചാറൽ മഴ പെയ്തുകൊണ്ടിരുന്നു. അടുത്തു നിന്ന പേഷ്കാർ ഇങ്ങനെ പറയുന്നത് കേട്ടു: സെയിന്റ്, സെയിന്റ്, വിശുദ്ധൻ, വിശുദ്ധൻ എന്ന്. മനുഷ്യരോടൊന്നിച്ചു പ്രകൃതിയും ദുഃഖം പങ്കിട്ടു. മധ്യാഹ്ന നേരത്തു പോലും സൂര്യൻ തന്റെ കിരണങ്ങൾ ഒതുക്കിവെച്ചു. അമ്പരമാകെ കാർമേക പടലങ്ങളാൽ ദുഃഖിച്ചു നിന്നു. സ്വർഗീയ സൈന്യങ്ങൾ ഒന്നിച്ചു കണ്ണുനീർ വാർത്ത പോലെ ഇറ്റിറ്റു വീണ മഴത്തുള്ളികളാൽ മാനം കരഞ്ഞു നിന്നു. അന്ത്യോക്യ അധിപതിയും പുണ്യവാനുമായ മാർ ഇഗ്നാത്തിയോസ് ഏലിയാസ് തൃതീയൻ പാത്രിയർക്കീസ് ബാവ തിരുമേനി മഞ്ഞിനിക്കര മാർ സ്തേഫാനോസ് പള്ളിക്ക് സമീപം അന്ത്യവിശ്രമം കൊള്ളുന്നു. ഭക്തജനങ്ങളെ ദുഃഖസാഗരത്തിലാക്കിയിട്ടാണ് ബാവ പിരിഞ്ഞതെങ്കിലും നിർവചിക്കാനാകാത്ത രീതിയിൽ മഞ്ഞിനിക്കര എന്ന ചെറിയ ഗ്രാമത്തിലൂടെ കേരളത്തിന് ലഭിച്ച ഈ മഹാഭാഗ്യത്തിൽ ജനം ഒന്നടങ്കം നിർവൃതി കൊണ്ടു. പ്രവചിച്ചു അന്ത്യനേരം തന്റെ പുണ്യശരീരവും നമുക്കു നൽകി. നാം എന്തു നൽകിയ പുണ്യവാനു വേണ്ടി നൽകണം ഐക്യത്തിൻ കാഹളത്തെ, ഐക്യകാഹളത്തെ, സ്നേഹകാഹളത്തെ. ഇന്ന് മഞ്ഞിനിക്കര ബാവ എന്ന പേരിൽ വിശ്വവിഖ്യാതമായി തീർന്നിരിക്കുന്ന പരിശുദ്ധന്റെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നാനാജാതി മതസ്ഥർക്കും ഒട്ടനേകം അത്ഭുത സിദ്ധികൾ ഉണ്ടാകുന്നു. അങ്ങനെ നാളുകൾ പലത് കഴിഞ്ഞ് കബറിടത്തിനോട് ചേർന്ന് ഒരു ദേറായും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ബാവായുടെ അത്ഭുത സിദ്ധികളിൽ ചിലത് മാത്രം സൂചിപ്പിക്കട്ടെ. മഞ്ഞിനിക്കരയിൽ ബാവായുടെ തന്നെ 40 അടിയന്തരത്തിന് ഉപ്പേരി വറുത്തുകൊണ്ടിരിക്കെ കുറച്ചെണ്ണ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പാചകക്കാരൻ ഈ വിവരം അറിയിച്ചപ്പോൾ വികാരിയച്ഛൻ പറഞ്ഞു, ബാവായുടെ തിരുനാമത്തിൽ ഉപ്പേരി വറുത്തുകൊള്ളുക, എണ്ണയൊക്കെ തികയും എന്നും. കുറച്ചു കഴിഞ്ഞ് അത്ഭുതാവഹമായ രീതിയിൽ എണ്ണ പാത്രം നിറഞ്ഞു കവിയാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന എല്ലാ പാത്രങ്ങളിലും കോരി നിറച്ചു കഴിഞ്ഞപ്പോൾ എണ്ണയുടെ വർധനവും നിന്നു. പട്ടക്കാർ, പാചകക്കാർ, ഭക്തന്മാർ ഓടിയെത്തുന്നു. അമ്പമ്പോ അത്ഭുതമേ, ബാബതൻ അത്ഭുതമേ, അമ്പമ്പോ അത്ഭുതമേ, ബാബതൻ അത്ഭുതമേ.